ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ വീട്ടിൽ മയിൽ വന്ന വീഡിയോ ഇട്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര സംശയം. എന്താ നിൻ്റെ വീട്ടിൽ തന്നെയാണോ ആ മയിൽ വന്നത്? അപ്പോൾ ഗൈസ്, എൻ്റെ വീട്ടിൽ തന്നെയാണ് ആ മയിൽ വന്നത്. അപ്പോൾ അതിനുള്ള കാരണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തത്. പിന്നെ അതുമാത്രമൊന്നുമല്ല, ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എൻ്റെ മൂഡ് അത്ര ശരിയില്ലായിരുന്നു. ഭയങ്കര ഡൗണായിട്ടാണ് ഉണ്ടായത്. അപ്പോൾ ആ സമയത്ത് ഒന്ന് റീചാർജ് ചെയ്യാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ്. ഈ ചെമ്പരത്തി ഒരു 2 അട്ടി ചെമ്പരത്തി, അതിന് എന്തൊക്കെയോ പ്രത്യേകത ഉണ്ട് പോലും, എനിക്കറിയില്ലേ. ബ്രദറിൻ്റെ വൈഫ് കൂടെ ഉണ്ടായിരുന്നു, അവൾ പറഞ്ഞത്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നും കവർ ചെയ്ത് വരെയെന്ന്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനേതോ ആമസോൺ കാർഡിലാണ് നിൽക്കുന്നത്. ചെറിയ രീതിയിലൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു മുത്തശ്ശി ഗ്രാമത്തിൻ്റെ പ്രതീതി ഉണർത്താൻ വേണ്ടിയിട്ടാ എൻ്റെ മുന്നിലേ കൂടി കടന്നു പോയി. ഞാൻ നിൽക്കുന്നത് ഒരു ഗ്രാമപ്രദേശത്താണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ ഇങ്ങനെയാണ്, കുറേ പച്ചപ്പും ഹരിതാപവും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്താണ് എൻ്റെ വീട്ടിൽ ഇങ്ങനെ മയിൽ വരാൻ കാരണം. അപ്പോൾ അവർക്ക് നിൽക്കാൻ പാകത്തിനാണ് എൻ്റെ വീടിൻ്റെ ചുറ്റുപാടുകൾ. ഇതൊക്കെ നല്ല കാടുണ്ട്, ഇതിൻ്റെ അപ്പുറമൊക്കെ എന്തോ കൂണാന്ന്, മഴയത്തൊക്കെ മുളച്ചതായിരിക്കും. ഞാൻ നിങ്ങൾക്കൊരു ബിൽഡിങ് കാണിച്ചു തരാം. ബിൽഡിംഗ് അല്ല, ഒരു പുരയിടം. ഈ പുരയിടത്തിന് ചെറിയൊരു ചരിത്രമുണ്ട്. ഒത്തിരി വർഷങ്ങൾ പഴക്കമുള്ളതാണ്, ഏകദേശം 1500 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള പുരയിടമാണ് അത്രേ. ഇതിനാ സ്വയം ഉണ്ടാക്കിയ കഥകളൊന്നും അല്ല കേട്ടോ. ഇവിടെ അടുത്ത് അങ്കണവാടിയിൽ കൊണ്ടുവിടുമ്പോൾ ഒരു ചേച്ചി പറഞ്ഞു. ശരിയായ ചരിത്രം നമുക്ക് ഓർമ്മയില്ല. ബ്രിട്ടീഷുകാർ ആക്രമിക്കാൻ വന്നപ്പോൾ ഇവിടെയുള്ള സാധന സാമഗ്രികളെല്ലാം അവിടെയുള്ള കിണറ്റിലൊക്കെ ഇട്ടിട്ട് അവിടെയുള്ള ആൾ രക്ഷപ്പെട്ട് ഇതാണ് അങ്കണവാടി, ഇതായത്. അപ്പോൾ അവിടെയുള്ള ആൾ രക്ഷപ്പെട്ട് അപ്പം പിന്നെ ഇവിടെ എന്തോ പൂജയൊക്കെ കഴിക്കാറുണ്ട്. ഇപ്പം ഡെയിലി ഏതോ ഒരു സ്ത്രീ വന്ന് അവിടെ വൃത്തിയാക്കിയും വിളക്കൊക്കെ കത്തിക്കലുണ്ടെന്ന് പറയുന്നുണ്ട്. കറക്റ്റ് ചരിത്രം എനിക്ക് ഓർമ്മയില്ല. അഥവാ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അന്വേഷിച്ചിട്ട് പറഞ്ഞുതരാം. കാണുന്നില്ലേ വേരുകളൊക്കെ ഇങ്ങനെ മണ്ണിനെ പിടിച്ച് നിർത്തുന്നു ഇടിയാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മുന്നോട്ട് നടക്കുമ്പോൾ ഒരു വീട് കണ്ട്. ഇങ്ങനെയുള്ള വീടുകൾ, പഴയ ബിൽഡിങ്ങുകളൊക്കെ കാണുമ്പോൾ എൻ്റെ ചിന്തകൾ ഇങ്ങനെ പോവും. എത്ര തലമുറകൾ നിന്ന വീടായിരിക്കും, അല്ലെങ്കിൽ എന്തൊക്കെ കഥകൾ അതിന് പറയാനുണ്ടായിരിക്കും, അങ്ങനെയൊക്കെ ചിന്തിക്കും. നമ്മളെപ്പോലെ ഒരു ഫാമിലി ആയിട്ട് ഭാര്യ ഭർത്താവ് മക്കളൊക്കെ ആയിട്ട് നിന്നതായിരിക്കൂലേ. അതൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നടന്നിങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ പാടത്തിൻ്റെ അടുത്തെത്തി. ഇത് കാണാൻ ഭയങ്കര രസമാണ്. ആ ഭംഗി ക്യാമറയിൽ വരുന്നില്ല എനിക്ക്. പിന്നെ ഞാനത്ര ക്യാമറയിൽ വീഡിയോ എടുക്കാൻ മാത്രം ഞാൻ അത്ര പ്രൊഫഷണലൊന്നും അല്ലല്ലോ. പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്ന രീതി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ശ്രമിക്കുന്നുണ്ട്. ഭയങ്കര രസമാണ് കേട്ടോ. ഇതിൽ വ്യൂ ആണ്. ഇടയ്ക്കൊക്കെ നമ്മൾ രാവിലെ ഇങ്ങനെ നടക്കാൻ വരും. അപ്പോൾ ഒക്കെ ഇങ്ങനെ മഞ്ഞുതുള്ളികളൊക്കെ ആയി ആ രാവിലത്തെ ആരും കാണാനുള്ള ആ ഭംഗി ഭയങ്കര രസമാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു എനർജി വന്ന പോലെ ആയിരിക്കും. നമ്മളെ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജിയൊക്കെ ഇങ്ങനെ പോയി പോസിറ്റീവായിട്ടുള്ള എന്തോ ഒരു കാര്യം ഇങ്ങനെ ഫീൽ ചെയ്ത പോലെ നമുക്ക് തോന്നും. അല്ലെങ്കിൽ പ്രകൃതി അങ്ങനെയാണ്, അതിലൊരു പോസിറ്റീവ് എനർജിയാണ്. പിന്നെ അധികം ഇങ്ങനെ നിൽക്കാൻ സമയമില്ല. അങ്ങനെ വീട്ടിലേക്ക് മടങ്ങി ഞാൻ തന്നെ ഇപ്പോൾ കോഴികളെ കുറേ കാലമായി കണ്ടിട്ട് എനിക്കൊരു അതിശയം പോലെ ഇങ്ങനെ നോക്കി. കുറേ നാടൻ കോഴികൾ, പിന്നെ പശുക്കൾ, ചാണകത്തിൻ്റെ മണം, ആടുകളെ ഒച്ച, അങ്ങനെ ഭയങ്കര പ്രകൃതി രമണീയം. കുറച്ച് കൂടിപ്പോയോ എന്നൊരു സംശയം. കുറേ റോസ് പൂവുകൾക്കിടയിൽ ഒരു വെള്ളപ്പൂവ്, അതാണ് ഞാൻ വീഡിയോ എടുത്തത്. കുട്ടികൾ ടാറ്റൊക്കെ തന്നിട്ട് അവരും മടങ്ങിയാന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ കുറച്ച് സമയം ഇവിടെ ഇങ്ങനെ ഇരിക്കാമെന്ന് കരുതി. ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് വെറുതെ ഇരിക്കാൻ ഭയങ്കര രസം. അതല്ലെങ്കിൽ അത്ര സമയം വെറുതെ ഇരിക്കാൻ എന്നെക്കൊണ്ട് എത്രയും പറ്റും. പിന്നെ ടൈം അതിക്രമിച്ചുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങിയത്. ഈ പോത്തിന് എന്തോ ഒരു ദേഷ്യം. ഞാൻ വീഡിയോ എടുക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. വല്ലാതൊരു മുരൾച്ച. പിന്നെ ഞാൻ വിളിച്ച് വെറുതെ ചൊറക്കൊക്കെ ഉണ്ടപ്പാ പോയേക്കാം. അങ്ങനെ വീട്ടിലേക്ക് മടങ്ങിയത്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ ഇവിടെ വരാനൊക്കെ തോന്നുന്നുണ്ടോ? പ്രകൃതിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഫീൽ ആവും അല്ലേ? എനിക്കൊക്കെ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് പ്രകൃതി. അങ്ങനെ ഞാനിതൊക്കെ ഇങ്ങനെ നോക്കി നടന്ന് വരും. ഇഷ്ടമാണെന്ന് കരുതി ഞാനിപ്പം വീടിൻ്റെ പുറത്തൊന്നും ഇറങ്ങിയില്ല കേട്ടോ. ആണ്ടിലൊക്കെ ഇറങ്ങിയാലായി ഇതുപോലെ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബായ്.